ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഹൈക്കോടതി വലിയ വിമർശനം ഇപ്പോൾ ബോർഡിനെതിരെ ഉന്നയിക്കുകയാണ്. ഇവിടെയെല്ലാം പറഞ്ഞേറ്റിട്ട് പോയിട്ട് ഒരു ഏകോപനവും ഉണ്ടായില്ലല്ലോ എന്നുള്ളതാണ് ഇന്നലെയൊക്കെ സംഭവിച്ച തിരക്കിനെ കുറിച്ച് കൃത്യമായി കോടതി ചോദിക്കുന്ന ഒരു കാര്യം. അതിനൊപ്പം ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സന്നിധാനത്ത് എത്ര ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതാണ്. ഇത് എല്ലാ തീർത്ഥാടന കാലത്തും ഇങ്ങനെ ഒരു വലിയ വിവാദ വിഷയമായി മാറാതെ, ഒരു വലിയ പ്രശ്നമായി ഉരുത്തിരിഞ്ഞു വരാതെ ഇതിനൊരു ശാസ്ത്രീയമായ പരിഹാരം ഉണ്ടാകേണ്ടേ? കോംപ്ലക്സ് അടക്കം, അവിടെ കുടിവെള്ളമടക്കം, അവിടെ മലിനീകരണം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയടക്കം എല്ലാ വർഷവും ഗവൺമെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. വിശുദ്ധ സേന എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് അവരെ ഇവിടെ താമസിപ്പിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പഴയകാല ഓർമ്മകൾ എൻ്റെ മനസ്സിൽ വരികയാണ്. അതോടൊപ്പം തന്നെ വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി കുന്നാറിൽ നിന്ന് അവർ ശുദ്ധജലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയും വാട്ടർ അതോറിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനവും ഒരു കാലഘട്ടത്തിൽ എല്ലാവരും അപ്രിഷിയേറ്റ് ചെയ്തതാണ്. ഇവിടെ നാഥനില്ലാത്ത സ്ഥിതിയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ശബരിമല സന്നിധാനത്തിൽ വന്നതിന് ശേഷം അവസാനം അവരുടെ ഒരു ഇരുമുടിക്കെട്ടുമായി വന്ന് പന്തളത്ത് കൊണ്ടുവന്ന് അഴിച്ചു വെച്ചിട്ട് പോകുന്ന ദയനീയമായ കാഴ്ച കേരളം കണ്ടതാണ്. ഇത്ര പരമദയനീയമായ ഒരു ക്രമീകരണം ഏതെങ്കിലും ഇത് ക്രമീകരണം എന്ന് പോലും പറയാൻ പറ്റിയല്ല അവസ്ഥ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുമ്പ് നേരത്തെ ബന്ധപ്പെട്ട ആളുകൾ 8 വകുപ്പ് മന്ത്രിമാരാണ് ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ. മുഖ്യമന്ത്രി അടക്കമാണ് ഇതിനകത്ത് ചില നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത്. മുഖ്യമന്ത്രി അടക്കം 8 മന്ത്രിമാരുടെ യോഗം സന്നിധാനത്തിൽ വിളിച്ച കാര്യം പോലും ഞാൻ ഓർക്കുകയാണ്. അത് പോകുന്നില്ലെങ്കിൽ പോകണ്ട, എവിടെയെങ്കിലും പത്തനംതിട്ട ജില്ലയിലോ പമ്പയിലോ എവിടെയെങ്കിലും വെച്ച് ഇതിന്റെ ക്രമീകരണത്തെക്കുറിച്ച് ആലോചിക്കാൻ ജനപ്രതിനിധികളെ കൂടി ചേർത്ത് ഒരു യോഗമെങ്കിലും നടത്താൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ വന്നിട്ടെന്താ, ലക്ഷക്കണക്കിന് ആളുകൾ വരികയാണ്. കൂടുതൽ ആളുകൾ വന്ന് ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. അവർക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണ്. സന്നിധാനത്തിൽ കയറാൻ പറ്റില്ല. 20,000 ആളുകൾക്ക് അവിടെ പെർമിഷൻ കൊടുക്കുമെന്നാണ് പറയുന്നത്. ആ 20,000 ആളുകളെ പറഞ്ഞാൽ കംപ്ലീറ്റ് മാറ്റി അവിടെ ഒരു രക്ഷയില്ലാത്ത സ്ഥിതിയാക്കി ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാർ അങ്ങോട്ട് പോകാത്ത രൂപത്തിലായി ഇരുമുടി കെട്ടും കൊണ്ട് അവിടെ ശബരിമലയിൽ എത്തിയിട്ടുള്ള ആളുകൾ കെട്ടവിടെ താങ്ങാൻ കഴിയാത്തത് കൊണ്ട് പന്തളത്ത് വന്ന് കെട്ടിറക്കി വെച്ചതിന് ശേഷം വന്നിട്ടുള്ള കാഴ്ച ഈ കേരളത്തിലെ ഭരണാധികാരികൾ കാണുന്നില്ലേ? ഇവർക്ക് കണ്ണില്ലേ? ഇവർക്കിത് കണ്ടാൽ മനസ്സിലാവണ്ടേ? ഇതിന് ക്രമീകരണം ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇപ്പോ ശബരിമലയില് ഒരാളിന്റെ പ്രസിഡന്റായിട്ട് പഴയ ചീഫ് സെക്രട്ടറിയെ വെച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഈ 8 വകുപ്പുകളെ കൂടി ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടോ? അത് ചെയ്യേണ്ട അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡല്ലേ ആ കാര്യത്തിൽ എല്ലാം ചെയ്യേണ്ടത്. അതൊന്നും ചെയ്തതായി കേരള ജനങ്ങൾക്ക് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏകോപനമില്ലേ എന്നുള്ള ചോദ്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പോ കെ ജയകുമാർ സ്ഥാനം ഏറ്റെടുത്തിട്ട് ഇത്ര ദിവസങ്ങളല്ലേ ആകുന്നുള്ളൂ. അദ്ദേഹത്തിന് ഈ പറയുന്ന കാര്യങ്ങളിലേക്കൊന്ന് ഇറങ്ങി ചെല്ലാനുള്ള സമയമേ ആകുന്നുള്ളൂ. പക്ഷേ അവിടെ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ടല്ലോ കാലാകാലങ്ങളായി. ആദ്യമായിട്ടല്ലല്ലോ ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ എത്ര പേർ എത്തും, എത്ര പേർ സ്പോട്ട് ബുക്കിങ്ങിലൂടെ എത്തും, എത്ര പേർ വിർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെ എത്തും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൃത്യമായൊരു കണക്കുണ്ടാവേണ്ടതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഹൈക്കോടതിയെ സർക്കാർ അറിയിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് ഇന്ന് തന്നെ ദർശനത്തിനെത്തുന്ന, ഇന്നലെ തന്നെ അങ്ങനെ സ്ലോട്ട് മാറി എത്തിയ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 30,000 പേരാണ്. 1/3 ആളുകൾ അങ്ങനെ ഈ മാനദണ്ഡങ്ങൾക്ക് അപ്പുറത്തേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? അതെ, ഞാൻ ചോദിക്കാം, മകരവിളക്ക് തുടങ്ങുന്ന ദിവസം ഏതാണെന്ന് ഈ ഗവൺമെന്റ് അറിയില്ലേ? കേരള സർക്കാരിന്റെ കലണ്ടറിനകത്ത് തന്നെ ഉണ്ടല്ലോ മകരവിളക്ക് ഇന്ന ദിവസം തുടങ്ങുമെന്ന്. അതിനു മുമ്പുള്ള ക്രമീകരണങ്ങൾ നടത്തണ്ടേ? അതിനു മുമ്പ് റോഡുകൾ നന്നാക്കുന്നതിനെ കുറിച്ചുള്ള നടപടി വേണ്ടേ? ഈ മകരവിളക്കിന് വരുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് കുടിവെള്ളമുണ്ടോ എന്ന് ആലോചിക്കാനായിട്ട് ജയകുമാർ വരേണ്ട കാര്യമുണ്ടോ? അതിനു മുമ്പ് ചെയ്യേണ്ട ആളുകൾ അതെല്ലാം കൃത്യമായി ചെയ്യണ്ടേ? ജയകുമാറിനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹം താൽക്കാലികമായി പെട്ടെന്ന് വന്ന് പെട്ടയാളാണ്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹം സത്യം പറഞ്ഞാൽ പാപം ചെയ്യാതെ ഈ പാപകാണ്ഡം താങ്ങുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനേക്കാൾ അപ്പുറത്ത് ഇവിടെ ഗവൺമെന്റിന്റെ ദേവസ്വം വകുപ്പിന്റെ അവർക്ക് ഈ കാര്യങ്ങൾ അറിയില്ലേ? അവരിതൊക്കെ നോക്കി ചെയ്യട്ടെ. അവര് ഇതിന് ഈ മകരവിളക്കിന് മുമ്പുള്ള യോഗങ്ങൾ നടത്തണ്ടേ?
അവരൊന്നും ചെയ്തിട്ടില്ല. അവർ വട്ടം കറങ്ങി നടക്കുകയായിരുന്നു. ആകപ്പാടെ നമ്മളുടെ ഈ വിശ്വാസികളുടെ താല്പര്യങ്ങൾ പൂർണ്ണമായി ഹനിച്ചുകൊണ്ടുള്ള ഒരു ഗവൺമെന്റിന്റെ തെറ്റായ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തോട് കേരള ജനസമൂഹം ഒരിക്കലും ശബരിമലയിലെ തീർത്ഥാടന സമയങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ കൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാതിരുന്നതിനെ തുടർന്നാണ് വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയാണ്.